നമസ്കാരം. മലയാള സിനിമാ ലോകവും മമ്മൂക്ക ആരാധകരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മമ്മൂക്ക വൈശാഖ് ടീമിൽ ഒരുങ്ങിയ ടെർബോ എന്ന ചിത്രത്തിന് വേണ്ടി. ഈ വരുന്ന മെയ് 23-ാം തീയതി ആഗോളതലത്തിൽ റിലീസ് ചെയ്യാൻ ഇരിക്കുന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിശദമായ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ടെർബോ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യക്ക് പുറത്ത് കാനഡയിലും ജർമ്മനിയിലുമാണ് ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. മമ്മൂക്കയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രമാണ് ടെർബോ. ഏകദേശം 40 രാജ്യങ്ങളിലാണ് ചിത്രത്തിന്റെ റിലീസ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതോടൊപ്പം ഇന്ന് വന്ന മറ്റൊരു അപ്ഡേറ്റ് ആയിരുന്നു ചിത്രത്തിന്റെ സമയദൈർഘ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 2 മണിക്കൂറും 35 മിനിറ്റുമാണ് ടെർബോ സിനിമയുടെ സമയദൈർഘ്യം. ഇടുക്കിക്കാരനായ ജോസ് എന്ന ജീപ്പ് ഡ്രൈവറുടെ കഥാപാത്രമായിട്ടാണ് മമ്മൂക്ക ചിത്രത്തിൽ എത്തുക. ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന മമ്മൂക്കയുടെ മാസ് ആക്ഷൻ കോമഡി ചിത്രം ഇതാണ് ടെർബോ എന്ന സിനിമയെ കുറിച്ചുള്ള നിലവിലുള്ള ദൃശ്യം. മലയാളത്തിന്റെ യുവ സംവിധായക നിരയിൽ ശ്രദ്ധേയരായ മിഥുൻ മാനുവൽ തോമസും വൈശാഖും അണിയറയിൽ ഉള്ളതുകൊണ്ട് തന്നെ നിലവിൽ മികച്ചൊരു ഹൈപ്പ് ചിത്രത്തിനുണ്ട്. റിലീസിന് തയ്യാറെടുക്കുന്ന ടെർബോയുടെ കഥയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിൽ വന്നിരിക്കുന്ന സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെർബോയിൽ ഒരു ജീപ്പ് ഡ്രൈവറായിട്ടാണ് മമ്മൂക്ക എത്തുന്നത്. ടെർബോ ജോസിന്റെ ലൈഫിൽ നടക്കുന്ന അപ്രതീക്ഷിതവും രസകരവുമായ സംഭവങ്ങളാണ് ടെർബോ എന്ന സിനിമയുടെ പ്രധാന കഥ ഇതിവൃത്തം. ചിത്രത്തിന്റെ ഹൈപ്പ് വീണ്ടും ഉയരാൻ വേണ്ടി ചിത്രത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ടീസറോ ട്രെയിലറിനോ വേണ്ടി കാത്തിരിക്കുകയാണ് മമ്മൂക്ക ആരാധകർ. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായത്തിൽ ടെർബോ എന്ന മമ്മൂക്ക ചിത്രത്തിന് മികച്ചൊരു ഹൈപ്പ് ഉണ്ടോ ഇപ്പോൾ എന്ന് താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.